ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ CA ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നമ്മുടെ സെപ്റ്റംബർ 2025 എക്സാംസ് തൊട്ട് ആപ്ലിക്കബിളായ ഒരു ചെറിയ അമെൻമെൻ്റ് ഉണ്ട്. CA ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് പേപ്പറിൽ നിങ്ങൾ RTP കാര്യങ്ങളൊക്കെ ഓൾറെഡി റെഫർ ചെയ്തവരാണെങ്കിൽ ഒരു ചെറിയൊരു അമെൻമെൻ്റ് ആയിട്ട് RTPയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് എന്താണെന്ന് അത്ര കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല. സെപ്റ്റംബർ എക്സാമിലാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. സോ ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ഇറ്റ് മേ ബി ആസ്ക്ഡ് ഇൻ January 26 ഓർ May 26 എക്സാംസ്. അപ്പം ആ ഒരു ഏരിയയാണ് നമ്മൾ നോക്കുക. അപ്പം അതിന് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയുന്നതിന് വേണ്ടി നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി ഇന്ത്യയിൽ നോക്കിയാൽ കമ്പനീസ് ആണെങ്കിൽ കമ്പനീസിനെ ഗവേൺ ചെയ്യാൻ ദർ ഇസ് കമ്പനീസ് ആക്ട് 2013 അതിൻ്റെ സെക്ഷൻ 133 കീഴിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഓൾറെഡി 2 റൂളുണ്ട്. ഇൻഡേയസ് ഉണ്ട്, കമ്പനീസ് ഇൻഡേയസ് റൂൾസ് 2015 വഴി നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഇൻഡേയസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ ലിസ്റ്റഡ് കമ്പനീസും അൺലിസ്റ്റഡ് കമ്പനി 250 crores ഓർ മോർ നെറ്റ്വർത്ത് ഉള്ളവരും അതുപോലെ തന്നെ നമ്മുടെ ഹോൾഡിംഗ് സബ്സിഡറി അസോസിയേറ്റ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ദോസ് കൈൻഡ് ഓഫ് എൻറ്റിറ്റീസ്, ഇത്രയും ആൾക്കാരാണ് ബേസിക്കലി ഇൻഡേയസ് ഫോളോ ചെയ്യുന്നത്. ബാങ്കിങ്, ഇൻഷുറൻസ് കമ്പനി ഈവൻ ദോ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ ഇറ്റ് ഇസ് നോട്ട് വിത്തിൻ ദിസ് സ്കോപ്പ് ഓഫ് ദിസ് ഇൻഡേയസ്. അപ്പോൾ അതാണ് നമ്മളുടെ സിറ്റുവേഷൻ ഉള്ളത്. ഇനി ഇതല്ലാതെ ഇൻഡേയസ് അല്ലാതെ AS ഫോളോ ചെയ്യേണ്ടത് ആരാന്ന് വെച്ചാൽ ഇൻഡേയസ് ഫോളോ ചെയ്യുന്നവരല്ലാത്ത എല്ലാ കമ്പനീസും AS ഫോളോ ചെയ്യണം. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മളുടെ ഇൻഡേയസ് ആപ്ലിക്കബിലിറ്റി ഇല്ലാത്തവർ വോളണ്ടിയർലിയോ അല്ലെങ്കിൽ കമ്പൽസറിലിയോ ഇൻഡേയസിലേക്ക് മാറാത്ത എല്ലാവരും AS ആണ് ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് നോട്ടിഫൈഡ് ത്രൂ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോട്ടിഫൈഡ് ത്രൂ കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2021. പിന്നെ കമ്പനി അല്ലാത്തവർക്ക് ആപ്ലിക്കബിലിറ്റി പറയുന്നത് നമ്മൾ നോക്കിയാൽ ICA ആണ്. ASB ഇഷ്യൂ ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ASB ഓഫ് ICA ആണ് അവിടെ ആപ്ലിക്കബിൾ ആവുക. അവിടെ ഡയറക്ട്ലി അല്ല ആപ്ലിക്കബിലിറ്റി, ഇറ്റ്സ് കംപ്ലയൻസ് ഇസ് എൻഷ്യൂർഡ് ത്രൂ ദി മെമ്പേഴ്സ് ഓഫ് ICA. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയാൽ ഈ കമ്പനീസിൻ്റെ നോർമൽ AS നോക്കിയാലും അല്ലെങ്കിൽ നോൺ കമ്പനീസിനുള്ള നോർമൽ AS നോക്കിയാലും അതിനെ ആപ്ലിക്കബിലിറ്റിക്ക് വേണ്ടി രണ്ടായിട്ട് പിന്നെയും സബ് ഡിവൈഡ് ചെയ്തിരുന്നു. കമ്പനീസിനെ ആണെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന SMC, നോൺ SMC എന്ന് പറഞ്ഞൊരു കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മളുടെ നോൺ കമ്പനി എൻറ്റിറ്റീസ് ആയിരുന്നെങ്കിൽ അതിനെ 4 ക്ലാസിഫൈ ചെയ്തിരുന്നു. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. ലെവൽ 1 ലാർജ് എൻറ്റിറ്റീസ്, ലെവൽ 2 മീഡിയം എൻറ്റിറ്റീസ്, ലെവൽ 3 സ്മോൾ എൻറ്റിറ്റീസ് ആൻഡ് ലെവൽ 4 മൈക്രോ എൻറ്റിറ്റീസ്. ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രൈസസ് നോർമൽ ASൻ്റെ ആപ്ലിക്കബിലിറ്റിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വലിയ എൻറ്റിറ്റീസ് ആണെങ്കിൽ അവരെല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യട്ടെ. ബട്ട് ഇഫ് ദേ ആർ നോട്ട് ദാറ്റ് മച്ച് ഹ്യൂജ്, അവരുടെ സൈസ് ഇസ് റിലേറ്റീവ്ലി സ്മോളർ, ഒരു സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു MSME എൻറ്റിറ്റി ആണെങ്കിൽ അവർ എല്ലാ ASും ഫോളോ ചെയ്യുമ്പം ദർ വിൽ ബി ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടി ഫോർ ദം. അപ്പോൾ അത് കൺസിഡർ ചെയ്തുകൊണ്ടായിരുന്നു അവിടെ ഒരു അമെൻമെൻറ്റ് നമ്മളുടെ ഒരു റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഈ കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നത്. ഇതിൽ കമ്പനിയുടെ ക്രൈറ്റീരിയ ഇറ്റ് റിമെയിൻസ് സെയിം. ഓക്കെ, SMC, നോൺ SMC എന്ന് പറയുന്ന കാറ്റഗറൈസേഷൻ ദറ്റ് റിമെയിൻസ് സെയിം. ഇതിൽ നിന്ന് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ദ ചേഞ്ച് ഇസ് വെരി സിമ്പിൾ. നമുക്ക് ഈ കമ്പനീസ് അല്ലാത്തവരെ നോൺ കമ്പനി എൻറ്റിറ്റീസിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിരുന്നിരുന്ന ഈ ലെവൽ 1 എന്ന് പറയുന്നത് ലാർജ് എൻറ്റിറ്റീസ് ആയിരുന്നു. ഓക്കെ, ഇനി ബാക്കി എല്ലാവരെയും കൂടി മെർജ് ചെയ്ത് ഒറ്റ ക്രൈറ്റീരിയ ആക്കി, MSMEs എന്ന് പറഞ്ഞ ഒരൊറ്റ ക്രൈറ്റീരിയ ആക്കി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആ ഒരു രീതിയിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്പനി അല്ലാത്തവരുടെ നോക്കിയാലും ലാർജ് എൻറ്റിറ്റീസ്, MSMEs എന്ന് പറഞ്ഞ് 2 ക്രൈറ്റീരിയ ഉള്ളൂ. ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫ്രം ദി ഫിനാൻഷ്യൽ ഇയർ 2024-25. ഓക്കെ, സെപ്റ്റംബർ എക്സാം തൊട്ട് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി കൊണ്ടുവന്നിരുന്നു. നമ്മളുടെ എക്സാമിനേഷനിൽ 24-25 ഫിനാൻഷ്യൽ ഇയർ തൊട്ട് ദിസ് ഇസ് ആപ്ലിക്കബിൾ. ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് ആപ്ലിക്കബിലിറ്റിയിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ചേഞ്ച്. ഓക്കെ, സോ ദ റിവൈസ്ഡ് ഗൈഡൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് വേണ്ടി ക്ലാസിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രൈസ് നോക്കിയാൽ ദർ വിൽ ബി കമ്പനീസ് ദാറ്റ് വിൽ ബി ക്ലാസിഫൈഡ് ആസ് SMC ആൻഡ് നോൺ SMC. ഇനി നോൺ കമ്പനി ആണെങ്കിൽ ഇതുപോലെ തന്നെ ലാർജ് എൻറ്റിറ്റീസ്, MSME. ഈ നോൺ SMCയും ലാർജ് എൻറ്റിറ്റീസും ഇവർ വലിയ എൻറ്റിറ്റീസാണ്. ദേ ആർ റിക്വയർഡ് ടു ഫോളോ ഓൾ സ്റ്റാൻഡേർഡ്സ് ഇൻ എൻറ്റിറ്റി. ഇനി SMCയോ MSMEയോ ആണെങ്കിൽ ദർ ആർ സർട്ടൺ റിലാക്സേഷൻസ്. MSME തന്നെ സൈസ് അനുസരിച്ച് വിത്തിൻ ദാറ്റ് ദർ ആർ സർട്ടൺ അഡീഷണൽ റിലാക്സേഷൻ. ബട്ട് ലാർജ്ലി SMCയോ MSMEയോ ആണെങ്കിൽ ദർ വിൽ ബി റിലാക്സേഷൻസ് ഫോർ ദം. ഈ രീതിയിലേക്ക് ഈ ക്രൈറ്റീരിയ ഒന്ന് ഹാർമോണൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി, രണ്ടിൻ്റെയും ഒരേ രീതിയിലാക്കാൻ വേണ്ടി 2024 നമുക്കൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ദാറ്റ് പെർട്ടിക്കുലർ അമെൻമെൻറ്റ് ഇസ് വാട്ട് ഇസ് ഇൻക്ലൂഡ് ഇൻ ദി സിലബസ് നൗ.
അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ നോക്കിയാൽ എന്താണ് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് കമ്പനിയുടെ ഡെഫിനിഷൻ? ദി സെയിം ഡെഫിനിഷൻ ഇസ് ആപ്ലിക്കബിൾ ഫോർ MSMEs ആസ് വെൽ. ഓക്കെ, സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് കമ്പനിയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? 5 കണ്ടീഷൻസ് ഉണ്ട്. ഈ 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ഇറ്റ് വിൽ ബി എ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് കമ്പനി. ഒന്ന്, ലിസ്റ്റഡോ ഇൻ ദി പ്രോസസ് ഓഫ് ലിസ്റ്റിങ്ങോ ആവാൻ പാടില്ല ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. 2, ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇൻഷുറൻസ് കമ്പനിയോ ആവാൻ പാടില്ല. 3, ടേൺ ഓവർ എക്സ്ക്ലൂഡിങ് അതർ ഇൻകം, അതായത് നമ്മുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ പ്രിസീഡിങ് ഇയറിൽ 250 crore എക്സീഡ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് 250 എന്നാലും കുഴപ്പമില്ല, 250 crore എക്സീഡ് ചെയ്യാൻ പാടില്ല നമ്മുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഓർ ടേൺ ഓവർ. ഇനി നമ്മുടെ ബോറോവിങ്സ് ഇൻക്ലൂഡിങ് പബ്ലിക് ഡിപ്പോസിറ്റ്, അത് പ്രിസീഡിങ് ഇയറിലെ അറ്റ് എനി ടൈം അത് 50 crore എക്സീഡ് ചെയ്യാൻ പാടില്ല. അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഇമീഡിയറ്റ്ലി പ്രിസീഡിങ് ഇയർ അത് 50 crore കൂടാൻ പാടില്ല. ആൻഡ് ഒരു നോൺ SMCയുടെ ഹോൾഡിങ്ങോ സബ്സിഡറിയോ ആവാൻ പാടില്ല. ഒരു നോൺ SMCയുടെ ഹോൾഡിങ്ങോ സബ്സിഡറി ആവാൻ പാടില്ല. ഈ 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇറ്റ് ഈസ് ആൻ SMC. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ആയി, ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് നോൺ SMC. ലിസ്റ്റഡ് ആണ്, ദെൻ ഇറ്റ് ഇസ് ലെറ്റസ് SME സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള ബാങ്ക് ആണ് ഫോർ വിച്ച് AS ഇസ് അപ്ലിക്കബിൾ. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ്? ദേ ആർ എൻ SMC. ഓക്കെ, ഇനി നമ്മളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടേൺ ഓവർ ലാസ്റ്റ് ഇയറിൽ 250 crore എക്സീഡഡ് ആണ്, ദേ ആർ എ നോൺ SMC. ഇനി നമ്മളുടെ സിറ്റുവേഷൻ എന്താണ്? നമ്മളുടെ ബോറോവിങ്സ് ഇൻ എക്സസ് ഓഫ് 50 crore ആണെങ്കിൽ ഇൻ ദാറ്റ് കേസ് ഓൾസോ ദേ ആർ എ നോൺ SMC. ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ പോയാൽ ദേ ആർ നോൺ SMC. ഓക്കെ അല്ലേ? നമുക്ക് SMCയുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ 5 കണ്ടീഷനും മീറ്റ് ചെയ്താൽ ഇറ്റ് ഇസ് ആൻ SMC. ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വയലേറ്റ് ആയാൽ ഇറ്റ് ഇസ് എ നോൺ SMC. ഇതായിരുന്നു നമ്മളുടെ ഏതിൻ്റെ ക്രൈറ്റീരിയ? കമ്പനിയുടെ ക്രൈറ്റീരിയ. ഇനി റിവൈസ്ഡ് ക്രൈറ്റീരിയ നമ്മൾ ഏതിൻ്റെ നോക്കിയേ? നോൺ കമ്പനിയിലെ MSMEയുടെ ക്രൈറ്റീരിയ പുതുതായിട്ട് വന്നേക്കുന്നത് നോക്കിയേ. MSME എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് ഈക്വിറ്റി ഓർ ഡെറ്റ് സെക്യൂരിറ്റീസ് നോട്ട് ലിസ്റ്റഡ് നോർ ഇൻ ദി പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ്, നോട്ട് എ ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഇൻഷുറൻസ് ബിസിനസ്. Its turnover excluding other income immediately preceding financial year do not exceed 250 crore. Its borrowings at any time during immediately preceding year do not exceed 50 crore. It is not a holding or subsidiary of an entity which is not an MSME. അപ്പോൾ നിങ്ങൾക്ക് സെയിം ക്രൈറ്റീരിയ ആണ്, ഡിറ്റോ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടാണല്ലോ. ആ രീതിയിലാണ് ഈ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ SMCയോ നോൺ SMCയോ ഒക്കെ ഏതാണ് കാറ്റഗറൈസേഷൻ? ഓക്കെ, അല്ലെങ്കിൽ MSME ലാർജ് എൻറ്റിറ്റി ഏതാണ് കാറ്റഗറി എന്ന് ചോദിച്ചാൽ, ലാർജ് എൻറ്റിറ്റീസും അതുപോലെ തന്നെ നോൺ SMC ആണെങ്കിൽ ഓൾ സ്റ്റാൻഡേർഡ്സ് നീഡ്സ് ടു ബി ഫോളോഡ് ഇൻ ഇറ്റ്സ് എൻറ്റയർറ്റി. വേറാസ് MSMEയോ SMCയോ ആണെങ്കിൽ ദർ ആർ സർട്ടൻ റിലാക്സേഷൻസ് അവൈലബിൾ. ഇനി ഇത് MSMEയോ അല്ലെങ്കിൽ SMC കമ്പനിയോ ആണെങ്കിൽ ദേ മസ്റ്റ് ഡിസ്ക്ലോസ് ഇൻ നോട്ട്സ് ടു അക്കൗണ്ട്സ് ദാറ്റ് ദേ ആർ MSME ഓർ SMC ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. റിലാക്സേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക് നോട്ട് നമ്മളുടെ അക്കൗണ്ടിങ് പോളിസീസിൽ നമ്മൾ കൊടുക്കണം. ഇനി നമ്മളൊരു MSME അല്ലാത്ത ഒരു എൻറ്റിറ്റി, ഓക്കെ, ഒരു എൻറ്റിറ്റി MSME ആയിരുന്നു, അത് MSME അല്ലാതായി എന്ന് വിചാരിക്കുക. ഫുൾ കംപ്ലയൻസ് ബിക്കം ആപ്ലിക്കബിൾ ഫ്രം ദി കറണ്ട് പീരിയഡ്. പ്രീവിയസ് ഇയർ ഫിഗർ നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ MSME ആയിട്ടുള്ളൊരു കമ്പനിക്ക് ഇമ്പയർമെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും MSME അല്ലാതാകുമ്പോൾ പണ്ട് തൊട്ടേ എന്തായിരുന്നു സിറ്റുവേഷൻ എന്ന് നോക്കി പോകണ്ട. എന്നാണോ ആപ്ലിക്കബിൾ ആകുന്നത് ആ പീരീഡ് തൊട്ട് ആ സ്റ്റാൻഡേർഡ്, ആ റിക്വയർമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. നോ നീഡ് ടു റിവൈസ് ദി പ്രീവിയസ് എസ്റ്റിമേറ്റ്സ്, പ്രീവിയസ് വാല്യൂസ്. ഓക്കെ, ഇനി സപ്പോസ് ലെറ്റസ് ഒരു ലാർജ് എൻറ്റിറ്റി ആയിരുന്നത് MSME ആയി ഡൗൺഗ്രേഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നോൺ SMC ആയിരുന്നത് SMC ആയി ഡൗൺഗ്രേഡ് ചെയ്യുവാണെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇഫ് ദർ ഇസ് എ ഡൗൺഗ്രേഡേഷൻ ഫ്രം എനി ലെവൽ, എക്സംഷൻ നമുക്ക് അവൈൽ ചെയ്യണമെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് അക്കൗണ്ടിങ് പീരീഡിലെങ്കിലും ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ജസ്റ്റ് ഒരു വർഷം ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ നോൺ SMCയോ ലാർജ് എൻറ്റിറ്റിയോ ആയിരുന്ന ഒരാൾക്ക് MSMEയുടെയോ അല്ലെങ്കിൽ SMCയുടേതോ ആയിട്ടുള്ള റിലാക്സേഷൻസ് എടുക്കാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആപ്ലിക്കബിലിറ്റി ഏരിയയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇറ്റ്സ് എ റീസെൻ്റ്ലി അമെൻഡഡ് ഏരിയ. നിങ്ങൾക്ക് Jan 26 എക്സാം ഓർ May 26 എക്സാമിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ദർ മേ ബി ഒരു 4 or 5 marks ക്വസ്റ്റ്യൻ, തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പെർട്ടിക്കുലർ ഏരിയ. 2023 വരെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടയ്ക്കൊക്കെ ആപ്ലിക്കബിലിറ്റിയിൽ ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു തിയറട്ടിക്കൽ പേഴ്സ്പെക്റ്റീവിൽ. ആൻഡ് നൗ കുറച്ച് അറ്റംപ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടില്ല. ദിസ് ക്രൈറ്റീരിയ ഇസ് ഓൾസോ ഗോട്ട് ചേഞ്ച്ഡ്. അപ്പോൾ ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ദേ മേ ആസ്ക് 4 marks or 5 marks ക്വസ്റ്റ്യൻ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻഡ് ഓൾ. അപ്പം വളരെ സിമ്പിൾ ഏരിയ ആണ്, ഈസി മാർക്സ് ആണ്. അപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാംസ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.